യുവത്വത്തിന്റെ പാറ്റാ വിപ്ലവം അവസാനിക്കുമ്പോൾ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും ചിലത് പറയാനുണ്ട്. ഈ രാജ്യത്തെ മുതുമുത്തശ്ശി പാർട്ടി എന്നുള്ളതിലേക്ക് ഞങ്ങളല്ലാതെ മറ്റൊരു ശബ്ദം ഈ നാട്ടിൽ ഉയർന്നു വന്നാൽ അത് അംഗീകരിക്കില്ല എന്നുള്ളൊരു മാടമ്പി മനോഭാവമുണ്ടല്ലോ, അതൊക്കെ രാഹുൽ ഗാന്ധി വലിച്ചെറിയേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം, സമരം തുടങ്ങി 35 ദിവസം പിന്നിടുമ്പോൾ ആ വഴിക്ക് നടക്കാതിരുന്ന കോൺഗ്രസ് ഈ സമരവേദിയിലേക്ക് വന്നിട്ട് ആകെ 3 ദിവസമോ 4 ദിവസമോ ആയിട്ടുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രം. അതുവരെ എന്താണോ ഈ രാജ്യത്തിന്റെ ഭരണപക്ഷം അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രം ഭരിക്കുന്ന വിസുഗുരുജി ഉൾപ്പെടെയുള്ളവർ ആ സമരത്തോട് കാണിച്ചിരുന്ന സമീപനം അത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും കാട്ടിയിരുന്നത്, ഇടതുപക്ഷം ഒഴികെ. കാര്യം, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ആദ്യഘട്ടം തൊട്ട് അവർക്ക് പിന്തുണ അർപ്പിച്ച് അവരുടെ നിരാഹാര സത്യാഗ്രഹ പന്തലിലെത്തുകയും അവർക്കൊപ്പം ആടുകയും പാടുകയും ആ സമരത്തിന്റെ ഭാഗമായി നിലകൊള്ളുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള NSU ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, അവരാരും ആ സമരപന്തലിലേക്ക് വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസം കിരാതമായ ഡൽഹി പോലീസിന്റെ വേട്ടയുണ്ടാവുകയും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് തല തല്ലിപ്പൊളിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആ വിഷയം ദേശീയ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളും വാർത്തയാക്കിയപ്പോഴാണ് ഇതിന്റെ ന്യൂസ് ഗ്രാവിറ്റിയിൽ കോൺഗ്രസുകാർ ആകൃഷ്ടരായത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും സംഘവും അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പൊടുന്നനെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയത്. നല്ലതാണ്. വിദ്യാർത്ഥികളുടെ സമരത്തിന് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കൊടുത്ത പിന്തുണ നല്ലത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ആ മനോഭാവത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സോനം വാങ്ചുക് ആയിക്കോട്ടെ, അഭിഷേക് ദീപ്കെ ആയിക്കോട്ടെ, ഇവരുൾപ്പെടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവർ നടത്തിയ ആ നിരാഹാര സത്യാഗ്രഹ പന്തലിലേക്കോ ജന്തർ മന്ദറിലേക്കോ ഒരിക്കലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പോകാൻ തയ്യാറായിട്ടില്ല. കാര്യം, ഇനിയിപ്പോ നമ്മൾ പോയി അവരെ പിന്തുണച്ച് അവരെ വലിയ നേതാക്കന്മാരാക്കി കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ വലിയ നേതാവായി അവർ മാറിയാലോ എന്നുള്ള ഭയപ്പാടായിരിക്കാം അങ്ങനെ ഒരു മനോഭാവം വരാത്തത്. തീർത്തും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം, ആ വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ യുവത്വങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം ഈ നാട്ടിലെ പ്രതിപക്ഷം ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഭരണപക്ഷത്തെ നേരിടേണ്ടിയിരുന്നത്. സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി സ്വന്തം നിലയ്ക്കുള്ള പ്രതികരണം നടത്തി. പക്ഷേ എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയേക്കാൾ ആ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം അത് രാഷ്ട്രീയത്തിന് അതീതമായി നേതാവാകാനോ അല്ലെങ്കിൽ പദവികൾക്കോ വേണ്ടിയല്ലാതെ അവരുടെ ഭാവിയെ ഓർത്ത്, വരുന്ന കാലഘട്ടത്തിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവർ സ്വമേധയാ തെരുവിലേക്ക് ഇറങ്ങിയവരാണ്. അവരെ ചേർത്ത് പിടിക്കാതെ, അവരോടൊപ്പം നിൽക്കാതെ, മാറി നിന്ന് സമരം ചെയ്ത് ഞങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ചേട്ടച്ചൻ മനോഭാവം അതത്ര ശരിയായ സമീപനമല്ല. കാര്യം, സമരവും പ്രതിഷേധമെല്ലാം ഇത്രയും കൊടുമ്പിരി കൊള്ളുന്ന രീതിയിലേക്ക് എത്തിയത് അവരുടെ മാത്രം പ്രയത്നമാണ്. പിന്നാലെ വന്ന് അതിന്റെ ഒരു ഓഹരി, ഒരു ക്രെഡിറ്റ് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രവർത്തനങ്ങൾക്കപ്പുറം ആ പ്രതിഷേധക്കാരുടെ സമരപന്തലിൽ പോയി അവർക്കൊപ്പം ഒരു ദിവസം അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ രാഹുൽ ഗാന്ധിയുടെ ഇമേജ്. പക്ഷേ അവരെ ഉൾക്കൊള്ളാതെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാതെ, അതുവഴി സഞ്ചരിക്കാതെ എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി അവർക്ക് നൽകിയിരിക്കുന്നത്? അവരെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെക്കാൾ വലിയ വ്യക്തികളായി മാറും. ഇനി അടുത്ത പ്രധാനമന്ത്രി ആവുന്നെങ്കിൽ എന്നെക്കാൾ ജനപിന്തുണയുള്ളവരായി അവർ മാറി എന്റെ സ്ഥാനം തെറിക്കുമോ എന്നുള്ള ഭയമാണോ? ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രവർത്തനമെങ്കിൽ നിങ്ങളുടെ വളർച്ച എന്തുകൊണ്ട് മുരടിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ആ പ്രവൃത്തി എന്ന് പറയേണ്ടി വരികയാണ്. ഇത്രയും കാലം പ്രതിപക്ഷം ഇവിടെ പല പ്രതിഷേധ സമരങ്ങൾ നടത്തി, ഒന്നിനു പോലും മുഖം തരാതെ ആ സമരങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തി അർദ്ധരാത്രി വരെ ഇൻസ്റ്റഗ്രാം ലൈവ് ഇടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം കൊണ്ട് മാത്രമാണെന്ന് കരുതരുത്. ആ ചെറുപ്പക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് ഈ നാടിന്റെ വലിയ പിന്തുണയുണ്ടായതിന്റെ ഭാഗമാണ്. ആ പ്രതിഷേധം സംഘടിപ്പിച്ചവരെ ചേർത്ത് നിർത്തുക, അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ കൂടി ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ആ സമരം അവസാനിക്കുമ്പോൾ അതുവഴി സഞ്ചരിക്കാതെ മാറി നടന്ന് മാധ്യമങ്ങളെ കാണുകയും മാറി നിന്ന് വേറെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതിലൂടെ എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? തങ്ങളെക്കാൾ ചെറിയവരെ അംഗീകരിക്കാനുള്ള മനോഭാവമില്ലായ്മ ഇപ്പോഴും കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ട്, ആ കുടുംബ പാരമ്പര്യ പശ്ചാത്തലമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ പ്രതികരണം. അല്ലെങ്കിൽ
അവരോടൊപ്പം ചെന്ന് നിന്ന് സമരം അവസാനിക്കുന്ന വേദിയിലെങ്കിലും അവരുടെ കൈ ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ ജനം കൂടുതൽ അംഗീകരിച്ചേനെ. പക്ഷേ ഒറ്റപ്പെട്ട് മാറി നിന്ന് തന്റേതായിട്ടുള്ള സ്പേസ് മറ്റൊരാൾക്ക് കടന്നു വരാൻ അവസരം കൊടുക്കില്ല, അത് എന്റെ മാത്രം സ്പേസ് ആണ്, നാളുകളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്റെ പേരല്ലാതെ മറ്റൊരു പേര് അവിടെ വരാതിരിക്കണമെന്നുള്ള നിലയ്ക്കുള്ള ഈ നീക്കമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വെറും ഇടുങ്ങിയ മനസ്സുള്ളവരുടെ മാത്രം ചിന്താഗതി എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് സമരം അവസാനിക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത ആ പ്രവൃത്തിയോട് രാജ്യത്തെ പ്രതിപക്ഷമെന്നുള്ള നിലയ്ക്ക് ചിലർ വാഴ്ത്തിപ്പാടുമെങ്കിലും മാറി നിന്ന് നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരീക്ഷിക്കുന്നവർക്ക് ആ പ്രവൃത്തിയോട് ഒട്ടുമേ യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ ആശയം ഉൾക്കൊള്ളലുകളാണ് എന്ന് പറയപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ആ ചെറുപ്പങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്.